ഹായ്. 2-3 ദിവസങ്ങളായിട്ട് നമുക്കെല്ലാവരും ഒട്ടുമിക്ക മലയാളികളും കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഉണ്ടായ ഒരു ഇഷ്യൂ. ഞാനൊരു തൊടുപുഴക്കാരിയാണ്. ഞാൻ അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസും സ്മിത ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രോബ്ലം നമുക്കറിയില്ല സത്യം ഏതാണേലും പുറത്ത് കൊണ്ടുവരണം. അവർ കുറ്റക്കാരാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. പക്ഷെ നിരപരാധികളാണെങ്കിൽ ഇപ്പം നമ്മുടെ ഈ സൈബർ സെൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പുള്ളിങ് അവർ ഒരുപാട് അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്ത കണ്ടു കഴിഞ്ഞപ്പം എല്ലാവരെ പോലെ ഞാനും ഓർത്തു, ദൈവമേ അങ്ങനെയൊക്കെ ചെയ്യൂ, അങ്ങനെയൊക്കെ ഹറാസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് ശിക്ഷിക്കപ്പെടണമെന്ന്. പിന്നെ ഈ ഡീറ്റെയിൽസ് കണ്ടു കഴിഞ്ഞപ്പം ഞാനും എൻ്റെ ഈ അവിടുത്തെ നേഴ്സിംഗ് ഡയറക്ടർ ലിസി ഫിലിപ്പ് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അറിയാവുന്ന ഒരാളാട്ടോ. ഇപ്പം ഞാൻ കോൺടാക്റ്റ് അങ്ങനെ ചെയ്യാറില്ല. എൻ്റെ സ്റ്റുഡൻറ്റ് ലൈഫിൽ ഞാൻ കണ്ടൊരു ഹെഡ് നേഴ്സായിരുന്നു. ഞാനൊക്കെ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി ന്യൂറോ സർജിക്കൽ ഐസിയുവിൻ്റെ ഹെഡ് നേഴ്സായിരുന്നു. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്തും തുറന്നു പറയുകയും തൻ്റെ സ്റ്റാഫിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് ലീഡറായിരുന്നു പുള്ളിക്കാരി. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്കും പെട്ടെന്നൊരു ഷോക്കായിപ്പോയി. ഞാൻ കുറേ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും റിയാക്ട് ചെയ്യില്ല. കാരണം നമുക്കൊരു തെളിവില്ലാതെ സോഷ്യൽ മീഡിയ വന്ന് അതും ഇതും പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് കുറേ പേരുടെ മെസ്സേജുകൾ വന്നു. അപ്പം ഞാൻ കുറേ പേരോട് അന്വേഷിച്ചു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. ഒരു നേഴ്സിംഗ് ലീഡർ അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് ഡയറക്ടർ തൻ്റെ സ്റ്റാഫ് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചോദിക്കണം. കാരണം അവർക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. കാരണം നമ്മളൊക്കെ പേഷ്യൻസിനെ വെച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അപ്പം നമ്മുടെ എന്തെങ്കിലും പാകപ്പിഴകൾ കൊണ്ട് ഒരു ജീവൻ ആപത്തുണ്ടാകാൻ ഒരിക്കലും ആരും സമ്മതിക്കില്ല. ഇപ്പോൾ ഞാനൊരു നേഴ്സിംഗ് ഹെഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ, ഒരു ഹെഡ് നേഴ്സും അല്ലെങ്കിൽ ഒരു സ്റ്റാഫും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അവിടെ തെറ്റുകുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാനും ഈ പറഞ്ഞ പോലെ ചോദിക്കും. പക്ഷേ അതൊരു മെൻ്റൽ ഹരാസ്മെൻറ്റിലേക്ക് പോകാറില്ല. അങ്ങനെ പോയോന്ന് നമുക്കറിയത്തില്ല ഇവിടുത്തെ ഈ കേസിൽ. അതുകൊണ്ട് ഇപ്പം ആ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത സ്റ്റാഫിന് ഒത്തിരി വിഷമമുണ്ട്. അത് എന്താണേലും തെളിയണം. ആരുടെ കയ്യിലാണ് തെറ്റെന്ന് തെളിയണം. അതിലൊരു രാഷ്ട്രീയം, ഒരു സംഘടനയൊന്നും ഇടപെടുത്താതെ പോലീസ് അത് സത്യസന്ധമായിട്ട് അന്വേഷിച്ച് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം. കാരണം 3 വ്യക്തികൾ മാത്രമല്ല, 3 കുടുംബങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് സോഷ്യൽ മീഡിയ പുള്ളിങ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കരുത് എന്ന അർത്ഥത്തിൽ മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആരുടെ കൈകളിലാണെങ്കിലും തെറ്റ് ശരിയും അത് കണ്ടെത്തി ഞങ്ങളെപ്പോൾ ഒരുപാട് നേഴ്സുമാരെ ഇത് ആഗ്രഹിച്ചിരിപ്പുണ്ട്. തെറ്റാരുടെ കയ്യിലാണ്. കാരണം ഇങ്ങനത്തെ മെൻ്റൽ ഹരാസ്മെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതങ്ങനെ നടക്കാൻ പാടില്ല. അല്ലാതെ ഇപ്പം നമ്മുടെ സ്റ്റാഫിൻ്റെ കയ്യിൽ വരുന്ന മിസ്റ്റേക്സ് ഒക്കെയാണ് അത് പറഞ്ഞു കൊടുത്ത്, അതാണ് ഒരു നേഴ്സിംഗ് ലീഡറിൻ്റെ ഒരു ക്വാളിറ്റി. അതിനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കാതെ അല്ലെങ്കിൽ എന്താ പറയുക, പുറത്തുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്കൊക്കെ അതിനെല്ലാം ഇടപെട്ട്